ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ നരസിംഹ മുനിയരയ്യ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. തിരുമുനൈപ്പാടിയിലെ ഒരു രാജാവായിരുന്നു നരസിംഹ മുനിയരയ്യർ. ഇദ്ദേഹത്തെ നാം നേരത്തെ മനസ്സിലാക്കിയിരുന്നു. സുന്ദരമൂർത്തി നായനാരെ എടുത്തു വളർത്താനുള്ള ഭാഗ്യം സിദ്ധിച്ച രാജാവായിരുന്നു നരസിംഹ നായനാർ. ഭഗവാനോടുള്ള അകമഴിഞ്ഞ ഭക്തിയാവണം സുന്ദരമൂർത്തിയെ പോലെയുള്ള ഒരു ഭക്തനെ വളർത്താൻ കഴിഞ്ഞത്. ശിവപൂജ ചെയ്യുക, ശിവഭക്തരെ സേവിക്കുക എന്നതാണ് നരസിംഹ നായനാരുടെ ഇഷ്ടപ്രവൃത്തി. എല്ലാ തിരുവാതിര ദിനത്തിലും അദ്ദേഹം പ്രത്യേക പൂജ നടത്തുകയും ശിവഭക്തർക്ക് ഭക്ഷണം നൽകുകയും 100 സ്വർണ്ണ നാണയങ്ങൾ സമാനമായി നൽകുകയും ചെയ്യുമായിരുന്നു. ഒരു തിരുവാതിര ദിനത്തിൽ ഒരു ഭക്തൻ ദേഹം മുഴുവൻ ഭസ്മം പൂശി നഗ്നനായി വന്നു. ഇത് മറ്റുള്ളവരുടെ ഇടയിൽ അറപ്പ് ഉളവാക്കി. പക്ഷെ നരസിംഹ നായനാർ ആ ഭക്തന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അദ്ദേഹത്തിന് 201 പവൻ സ്വർണവും വയറ് നിറച്ച് ഭക്ഷണവും കൊടുത്ത് സന്തോഷത്തോടെ യാത്രയാക്കി. ഈ സംഭവം സുന്ദരമൂർത്തിയെ സന്തോഷവാനാക്കി. മെയ്യടിയാർ എന്ന് വളർത്തച്ഛനെ സംബോധന ചെയ്യുകയും ചെയ്തു. ശരിയായ ഭക്തന്റെ ലക്ഷണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു യഥാർത്ഥ ഭക്തന് വേണ്ട ഗുണം എന്താണെന്ന് ഇതിൽ വരച്ചു കാട്ടുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു കാഴ്ച കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ മാത്രമാണ് ഭഗവാനിലേക്ക് എത്തുക എന്ന പരമസത്യം നരസിംഹ നായനാരിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഒരു രാജാവ് എങ്ങനെയാവണമെന്നും ഒരു ഭക്തൻ എങ്ങനെയാവണമെന്നും നരസിംഹ നായനാരിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഏത് രാജ്യമാണോ പുരോഗതിയിലേക്ക് ഉയരുന്നത് ആ രാജ്യത്തിന്റെ അധികാരി തീർച്ചയായും ദീർഘവീക്ഷണം ഉള്ളവനായിരിക്കും. യഥാർത്ഥ ഭക്തന് മാത്രമേ ഒരു ദീർഘവീക്ഷണവും ഉണ്ടായിരിക്കുകയുള്ളൂ. നരസിംഹ നായനാർ സദ്ഭരണം കാഴ്ചവെച്ച് ശിവപാദത്തിലമർന്നു. ഓം ശിവശക്തൈക്യരൂപിണ്യേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.